ചേച്ചി ഒരു അടിപൊളി സാധനം എടുക്കട്ടെ. നീ ആ വീട്ടിൽ കുറെ നേരം വർത്താനം പറയുന്നുണ്ടല്ലോ, അവരെന്താ മേടിച്ചേ? ഓ, നല്ല തങ്കപ്പെട്ട ആൾക്കാര്. അവരൊരു ഇസ്തിരിപ്പെട്ടി വാങ്ങി. ആ ചേച്ചിയാളാ, ഓൾ അമ്മ ഇടുന്ന സോപ്പ്, ചീപ്പ്, കണ്ണാടി എല്ലാം കൊണ്ടുപോലുണ്ട്. ഒന്നും ഇവിടെ തിരിച്ചത്തില്ല. ഒരു കുട്ടിക്കൂറ എടുക്കട്ടെ. കുട്ടിക്കൂറം എടുത്ത്. എന്നാ പിന്നെ ചേച്ചി വെളുത്തിട്ട് പാറുന്ന ഒരു ഫേസ് ക്രീം ആയാലോ? എനക്ക് അത്ര പാറണ്ട. 24 മണിക്കൂറും തിന്നുന്ന ഒരനിയൻ, 22 മണിക്കൂർ ഉറങ്ങുന്ന ഒരച്ഛൻ, ഇവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഒരു പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരമ്മ. ഭയങ്കര കഷ്ടപ്പാടാ ചേച്ചി. അവര് മേടിച്ചതിനെക്കാട്ട് വലിയ സാധനം എന്തും കൊണ്ടെങ്കിട്ടാ അന്നേരം നോക്കാം. എന്നാ പിന്നെ കുക്കറായാലോ? ഇസ്തിരിപ്പട്ടിനെക്കാളും വെയിറ്റും ഉണ്ട്, പവറും ഉണ്ട്. ഇത് ഇൻഡക്ഷൻ കുക്കറിന് വെച്ചെടുത്തു കഴിഞ്ഞാല് തണുക്കുന്നവരെ ചൂടായിരിക്കും. വാവ്, ഇത് മതി. ഹായ്, ഇതെന്നാ പുതിയ ടെക്നോളജി? കുക്കർ വാങ്ങിട്ട് ചേച്ചി നല്ല ചൂടാവുന്നു. ഓളെ അച്ഛനെ ഞാൻ വാടക കൊടുത്ത കുക്കർ നീ എനക്കെന്നെ വെക്കുന്ന? പൗഡർ, സോപ്പ്, ചീപ്പ്, കണ്ണാടി എല്ലാം ഉണ്ട്. എന്റെ അമ്മ കാണുന്ന വിളിച്ച് കാശാക്കിത്താ. ഇതിന് വെയിറ്റ് ഇല്ല, പോയിട്ട് വല്ല മുഴുത്ത സാധനം ഉണ്ടായി കൊണ്ടുപോവാ. ആ, അച്ഛൻ ഇന്നലെ ഒരു കുക്കർ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അത് കണ്ടിട്ടില്ല, ഞാൻ അത് തരാം. ആ, അത് മതി. അതാവുമ്പോ വെയിറ്റും കൂട്ടും റേറ്റും കൂടും. പോയി എടുത്തിട്ടാ. എന്നാ ഐശ്വര്യമായിട്ട് ആ വീട്ടിൽ നിന്ന് തുടങ്ങിക്കോ. ആ പെണ്ണുമ്പിള്ള അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നീ കണ്ടോ എന്റെ കച്ചവട വൈഭവം? നീ കൊണ്ടുവന്ന സാധനം മൊത്തം ഇല്ലേ, അത് അവരുടെ അടുത്തുനിന്ന് നിന്റെ അമ്മ കടം വാങ്ങി തന്നു. എനക്ക് കിട്ടിയതിന്റെ പകുതി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് കേട്ടാ. പൈസയും പോയി, മാനും പോയി, എത്തിക്സും പോയി.